ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എഡ്യൂ ടിപ്സ്. കേറ്റിറ്റ് മാരത്തോണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ലേണിംഗ്? സെൽഫ് എക്സ്പീരിയൻസ്, സെൽഫ് തിങ്കിങ്, സെൽഫ് ആക്ടിവിറ്റി, ഓൾ ഓഫ് ദ എബോവ്. വാട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ലേണിംഗ്? അപ്പോൾ ലേണിംഗിന് എന്താണ് എസെൻഷ്യൽ? അപ്പോൾ തന്ന ഓപ്ഷൻ നോക്കുമ്പോൾ സെൽഫ് എക്സ്പീരിയൻസും ഓക്കെയാണ്, സെൽഫ് തിങ്കിങ്ങും ഓക്കെയാണ്, സെൽഫ് ആക്ടിവിറ്റിയും ഓക്കെയാണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേർപ്പസ് ഓഫ് ലേണിംഗ് ഈസ് പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവെയർനെസ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, പ്രിപ്പയറിംഗ് വൺ സെൽഫ് ഫോർ എംപ്ലോയ്മെൻറ്റ്. ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേർപ്പസ് ഓഫ് ലേണിംഗ് ഈസ് എന്താണ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേർപ്പസ് ഓഫ് ലേണിംഗ് ഓഫ് കോഴ്സ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്കതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഈസ് ദി അപ്രോപ്രിയേറ്റ് പേർപ്പസ് ഓഫ് ലേണിംഗ് ആസ് ലേണിംഗ് മോഡിഫൈസ് ദ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ നമുക്കറിയാം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് മോഡിഫൈസ് ദി ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഇറ്റ് മോഡിഫൈസ് ദി പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ് അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ എക്സ്പീരിയൻസസ് ആൻഡ് ഇൻഡിവിജ്വൽ റിസീവ്സ് ത്രൂ ഔട്ട് ദ ലൈഫ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു വ്യക്തിയുടെ ത്രൂ ഔട്ട് ദ ലൈഫ് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും ഇൻക്ലൂഡഡ് ആണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അതിൻ്റെ അതർ പേർപ്പസസ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡെവലപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, ദെൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അക്വയറിംഗ് നോളജ്, അതുപോലെ തന്നെ ഇംപ്രൂവിങ് എഫക്റ്റീവ്നെസ് ആൻഡ് ഇൻക്രീസിങ് കോമ്പീറ്റൻസീസ്. ഇതൊക്കെ നമുക്ക് അതർ പേർപ്പസസ് ഓഫ് ലേണിങ്ങിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ തന്നെ ഓർത്ത് വയ്ക്കുക, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് എന്നുള്ളതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ് മെമ്മറൈസിങ് ഫാക്ട്സ്, മെമ്മറൈസിങ് ദി ടെക്സ്റ്റ് മെറ്റീരിയൽ, മീനിങ് മേക്കിംഗ് ത്രൂ എക്സ്പീരിയൻസ്, പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ. അപ്പോൾ ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എന്താണ്? മീനിങ് മേക്കിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തിക്ക് ത്രൂ ഔട്ട് ദ ലൈഫിൽ കിട്ടുന്നത് എല്ലാം തന്നെ എന്താണ്? ലേണിംഗ് ആണ് അല്ലേ. സോ ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ത്രൂ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് നോക്കാം. ഇഫ് എ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം ഹിസ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഓഫ് ഡ്രൈവിംഗ് സ്കൂട്ടർ during the learning of car driving, what type of transfer of learning is depicted in this example? Neutral transfer, zero transfer, negative transfer, positive transfer. ഇപ്പോൾ എന്താ പറയുന്നത്? ഇഫ് എ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം ഹിസ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഓഫ് ഡ്രൈവിംഗ് സ്കൂട്ടർ. അപ്പോൾ സ്കൂട്ടർ പഠിച്ചത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒരു വ്യക്തിക്ക് കാർ ഡ്രൈവിങ്ങിന് യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് വരുന്നത്? ഓഫ് കോഴ്സ് ഏതാണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ മെയിനായിട്ട് വരുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗും നെഗറ്റീവ് ട്രാൻസ്ഫറും, അല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ സീറോ ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ? ഇറ്റ് ഒക്കേഴ്സ് വെൻ ലേണിംഗ് ഇൻ വൺ കണ്ടെക്സ്റ്റ് ഇംപ്രൂവ്സ് ദി പെർഫോമൻസ് ഓഫ് ലേണിംഗ് ഇൻ അനദർ. അപ്പോൾ ഒരു കാര്യം പഠിച്ചതുകൊണ്ട് വേറൊരു കാര്യം ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആവുക, ഹെൽപ്പ് ആവുക, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ എളുപ്പമാണ് പറയുന്നത്. ഒരു സ്കൂട്ടർ നല്ലോണം അറിഞ്ഞപ്പെടുന്ന നമുക്ക് എന്താണ് കാർ ഡ്രൈവിംഗ് ഈസിയാണെന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ. സോ ഒന്ന് പഠിച്ചത് കൊണ്ട് വേറൊരു കാര്യം അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ നമ്മളത് യൂസ് ചെയ്യുന്നു. അത് എങ്ങനെയാണ്? അത് ഹെൽപ്പ് ആവുക, നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ദ ലേണിംഗ് ഓഫ് റൈഡിങ് എ ബൈസൈക്കിൾ ഈസ് ഹെൽപ്ഫുൾ വൈ ലേണിംഗ് ടു റൈഡ് എ സ്കൂട്ടർ അല്ലേ. ലേറ്റർ ആൻഡ് ലേണിംഗ് ഓഫ് ഡ്രൈവിംഗ് എ സ്കൂട്ടർ ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡ്രൈവിംഗ് എ കാർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇതാണ് പോസിറ്റീവ് ട്രാൻസ്ഫറിൽ വരുന്നത്. ദെൻ നെഗറ്റീവ് ട്രാൻസ്ഫർ, ആ പേര് പോലെ നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇറ്റ് ഒക്കേഴ്സ് വെൻ ലേണിംഗ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് എഫക്ട്സ് നെഗറ്റീവ്ലി ഓർ ഇൻ്റർഫറൻസ് വിത്ത് ദ പെർഫോമൻസ് ഇൻ അനദർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്തുകൊണ്ട് അത് വേറൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ എന്താണ് എഫക്റ്റ് ചെയ്യാൻ, നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ തടസ്സപ്പെടുത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾ ഹിൻഡറിങ് ദ ലേണിംഗ് ഓഫ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾ. അപ്പോൾ നമുക്കറിയാം ഈ ഫോറിനിലൊക്കെ അമേരിക്ക പോലെ സ്ഥലങ്ങളിലൊക്കെ എന്താണ്
കൂടുതലും ലെഫ്റ്റ് ഹാൻഡാണ് ഡ്രൈവിംഗ് അല്ലേ. അപ്പോൾ അവരിപ്പോൾ ഇന്ത്യയിലുള്ള ആൾ അവിടെ പോയി സെറ്റിലായെന്ന് വിചാരിക്കുക, അവിടെ കുറേ കാലം ഇരിക്കുമ്പോൾ അങ്ങനെ എന്താണ് ലെഫ്റ്റ് ഹാൻഡുമായിട്ട് ഈക്വലായി എന്താണ് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ നാട്ടിലോട്ട് വരുമ്പോൾ എന്താണ് നാട്ടിൽ എന്താ റൈറ്റ് ഹാൻഡ് അല്ലേ, അപ്പോൾ എന്താവും കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അവിടെ ആ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് ഇവിടെ ആ എന്താണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗിൽ ഹിൻഡർ ചെയ്ത് തടസ്സപ്പെടുത്തുകയാണ്. സോ അതിന് നമ്മൾ എന്തിനു പറയാം, നമുക്ക് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചത് കൊണ്ട് വേറെ ഒന്നിനെ ഹിൻഡർ ചെയ്യുക എന്നല്ലെങ്കിൽ എന്താണ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നെഗറ്റീവ് ട്രാൻസ്ഫറിൽ വരുന്നത്. ഓക്കെ, ദെൻ സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ന്യൂട്രൽ ട്രാൻസ്ഫർ. ആ പേര് പോലെ തന്നെ സീറോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെൻ ലേണിംഗ് ഓഫ് വൺ ടാസ്ക് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് ഓർ ഒബ്സ്ട്രക്ട് ദ ലേണിംഗ് ഓഫ് അനദർ ടാസ്ക് ദെൻ ഇറ്റ് ഈസ് നോൺ എസ് സീറോ ട്രാൻസ്ഫർ. അപ്പം എന്താണ് ഒരു കാര്യം ലേൺ ചെയ്തുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുമില്ല, എന്നാലോ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് സീറോ ട്രാൻസ്ഫർ, പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഒന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ സീറോ ട്രാൻസ്ഫറാണ്. ഈ സീറോ ട്രാൻസ്ഫറിന് വിളിക്കുന്ന വേറൊരു പേരാണ് ന്യൂട്രൽ ട്രാൻസ്ഫർ. ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവം തന്നിട്ട്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചിലപ്പോൾ സീറോ ട്രാൻസ്ഫർ ആയിരിക്കും, പക്ഷേ സീറോ ട്രാൻസ്ഫറും തരത്തില്ല, ന്യൂട്രൽ ട്രാൻസ്ഫറും ചിലപ്പോൾ ഓപ്ഷനിലും തരാറുണ്ട്. സോ ശ്രദ്ധിക്കുക, സീറോ ട്രാൻസ്ഫർ ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്രൽ ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ നോക്കാം, നോളജ് ഓഫ് ഹിസ്റ്ററി ഇൻ നോ വേ എഫക്ട്സ് ദ ലേണിംഗ് ഓഫ് ബൈസൈക്കിൾ ഡ്രൈവിംഗ്. അപ്പോൾ നമുക്ക് സൈക്കിൾ പഠിക്കാൻ ഹിസ്റ്ററി നോളജ് വേണോ? വേണ്ട. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി നോളജ് പഠിച്ചതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല അവിടെ. അപ്പോൾ നോളജ് ഓഫ് ഹിസ്റ്ററി ഇൻ നോ വേ എഫക്ട് ദ ലേണിംഗ് ഓഫ് ബൈസൈക്കിൾ. അപ്പോൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല, എന്താണ് സൈക്കിൾ റൈഡിങ്ങുമായിട്ടില്ല. സോ അങ്ങനെ ഒരു ഇതും വരാത്തതാണ്, ഒന്ന് അതിനെ കൊണ്ട് വിളിച്ച ബുദ്ധിമുട്ടുമില്ല. ദാറ്റ് മീൻസ് ഫെസിലിറ്റേറ്റും ചെയ്യുന്നില്ല, ഹിൻഡറും ചെയ്യുന്നില്ല അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുക, സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എക്സാമ്പിളിലൂടെ നോട്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ആണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലേണിംഗ് ഓഫ് ചിൽഡ്രൻ വിൽ ബി മോസ്റ്റ് effective when teacher will lead the learning process and keep the children passive. Development of cognitive, affective and psychomotor domain of children will take place. Emphasis will be only on reading, writing and mathematical skills. Teaching system will be autocratic. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ലേണിംഗ് ഓഫ് ചിൽഡ്രൻ വിൽ ബി മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ, എപ്പോഴാണ് ഈ തന്ന ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ ഓഫ് ചിൽഡ്രൻ വിൽ ടേക്സ് പ്ലേസ്. അപ്പോൾ നമ്മൾ ലേണിംഗിൻ്റെ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻ. ഏതൊക്കെ ഡൊമൈനിലാണ് ലേണിംഗ് സംഭവിക്കുന്നത്, കൊഗ്നിറ്റീവ് ഡൊമൈനും എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനിലെ ബ്ലൂംസ് ടാക്സോണമി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ മൂന്നിലും കൂടി ലേണിംഗ് സംഭവിക്കുമ്പോഴാണ് അത് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു ലേൺ വെൻ. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു ലേൺ വെൻ they are intrinsically motivated. Learning is socially contextualized. Content is represented through multiple ways. Then information is presented in disconnected chunks. It is difficult for children to learn when. എപ്പോഴാണ് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്, ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ ദി ഡിസ്കണക്റ്റഡ് ചങ്ക്സ്. അപ്പോൾ യാതൊരു ബന്ധം, കണക്ഷൻ ഇല്ലാതെ നമ്മൾ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു ലേൺ വെൻ ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ ഡിസ്കണക്റ്റഡ് ചങ്ക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ ലേണിംഗുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലേണിംഗുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് കുറവാണ്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സാമ്പിൾസ് തന്നിട്ട് ചോദിക്കാം, ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സിമ്പിളാണ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ നെക്സ്റ്റ് നോക്കാം, ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ബിക്കോസ് ലേണിംഗ് ടേക്സ് പ്ലേസ് വെൻ ദർ ഈസ് സം ഇൻഫർമേഷൻ ഗിവൻ ടു ദ ലേണർ. Learning refers to memorization and an active change in one's behavior. The knowledge is constructed by the learner by acting upon it. Then learning is governed primarily by biological factors. അപ്പോൾ എന്താണ്, ലേണിംഗ് ഇസ് ആൻ ആക്റ്റീവ് പ്രോസസ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി, ലേണിംഗ് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. എന്ത് ചെയ്യണം, നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ലേണർ ആയിരിക്കണം അല്ലേ, ബൈ ആക്ടിങ് അപ്പോൺ ഇറ്റ്. അപ്പോൾ നമ്മൾ പറയും ഇപ്പം നമ്മൾ കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലേ. അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കൺസ്ട്രക്റ്റിവിസം ടോപ്പിക്ക് പറയുമ്പോഴും പഠിച്ചു, അവിടെ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കുറച്ച് പ്രിൻസിപ്പൾസ് ഉണ്ട്, അതിലും പറയുന്നുണ്ട് അല്ലേ. ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അവിടെ എന്താണ്, നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ലേണർ ആണ്. അപ്പോഴാണ് ലേണിംഗ് ഒരു ആക്റ്റീവ് പ്രോസസ്സ് ആവുന്നതും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. Which of the following practices promote meaningful learning? മീനിങ്ഫുൾ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ താഴെ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് പോകണ്ട, ഓപ്ഷൻസിലോട്ട് പോവാം. കോർപ്പറൽ പണിഷ്മെൻറ്റ്, കോപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, ദെൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ,
ദെൻ കോൺസ്റ്റൻറ്റ് കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിൽ ഇങ്ങനെ തരുമ്പോൾ ആദ്യം ഇതിലോട്ടൊന്നും പോകരുത്, കറക്റ്റ് ചെയ്താൽ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ് പ്രൊമോട്ട് മീനിങ് ഫുൾ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ കോർപ്പറൽ പണിഷ്മെൻറ്റ് ഇത് വരത്തില്ല അല്ല. ദെൻ കോപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് അത് ഓക്കെയാണ്. ദെൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഇതും ഓക്കെയാണ്. അപ്പോൾ നെക്സ്റ്റോ കോൺസ്റ്റൻറ്റ് കമ്പാരിറ്റീവ് ഇവാലുവേഷൻ, കമ്പാരിറ്റീവ് എന്ന് വന്നു അല്ലേ. സോ അപ്പോൾ ഇത് വേണ്ട അല്ല. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ് പ്രൊമോട്ട് മീനിങ് ഫുൾ ലേണിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഇത് രണ്ടെണ്ണം ഒരു കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി സെക്കൻഡ് ആൻഡ് തേർഡ് ഉള്ളത്. ഓക്കെ അല്ലേ. The next one, shifting from right hand driving into a left hand driving is an illustration of ഇതിൻ്റെ ഓപ്ഷൻ ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇല്ല. എന്താണ്? റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക, ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ മാറ്റുവാണ്. നമ്മൾ അതിന് ഏത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം, ചില സമയത്ത് ട്രെയിനിങ് എന്ന് പറയാം, അതും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് അല്ലേ. നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂലിയൻ ഈസ് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ആൻഡ് ഹീ ഈസ് യൂസിങ് മെനി ഓഫ് ദ സെയിം സ്കിൽസ് ഹി യൂസ്ഡ് വെൻ ഹി ലേൺഡ് അതർ ലാംഗ്വേജസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, മോഡലിംഗ് ഇൻസ്ട്രക്ഷൻ, സ്പെസിഫിക് ഫീഡ്ബാക്ക്, നൺ ഓഫ് ദിസ്. അപ്പോൾ ജൂലിയൻ ഒരു പുതിയ ഈസ് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് പഠിക്കുകയാണ്, എന്നാലും പഴയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ഹീ ഈസ് യൂസിങ് മെനി ഓഫ് ദ സെയിം സ്കിൽസ് ഹി യൂസ്ഡ് വെൻ ഹി ലേൺ അതർ ലാംഗ്വേജസ്. അപ്പോൾ വേറെ ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് അതൊരു സ്കിൽസൊക്കെ ഈ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇതിന് എന്താ പറയുക നമ്മൾ? ഇപ്പോൾ തന്ന ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലേ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ ഒന്നിൽ പഠിച്ച കാര്യം വേറൊന്ന് യൂസ്. അപ്പോൾ ഇവിടെ നോളജ് ലേണിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിളായി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം. എ ചേഞ്ച് ഇൻ ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ ആക്ടിവിറ്റി, ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ക്യാൻ ബി ടേംഡ് ഇൻ സൈക്കോളജി ആസ് മോട്ടിവേഷൻ, റെഡിനെസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ലേണിംഗ്. എ ചേഞ്ച് ഇൻ ബിഹേവിയർ ബ്രോട്ട് അബൌട്ട് ബൈ ആക്ടിവിറ്റി, ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ക്യാൻ ബി ടേംഡ് ഇൻ സൈക്കോളജി ആസ് നമ്മൾ എന്തെന്നാ പറയുക? മോട്ടിവേഷൻ ആണോ, റെഡിനെസ് ആണോ, അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, ലേണിംഗ് ആണോ? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ഡി ലേണിംഗ് ആണ് അല്ലേ. A change in behavior brought about by activity, training or experience can be termed in psychology as learning ആണ്. The next നോക്കാം. Which is not included in psychological factors that contribute to learning from the following. അപ്പോൾ ഇതിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ലേണിംഗ് ഡിസയർ, നാച്ചർ ഓഫ് ദ കണ്ടൻറ്റ്. അപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജിക്കൽ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ലേണിംഗ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ തന്നതിൽ ഏതാണ് വരിക കറക്റ്റ് ആൻസർ? സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓർക്കുക മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ഡിസയേഴ്സ് എല്ലാം വരുന്നതാണ് അല്ലേ. അപ്പോൾ നേച്ചർ ഓഫ് ദ കണ്ടൻറ്റ് എന്നുള്ളതാണ് സൈക്കോളജി ഫാക്ടറിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി ദറ്റ് ലിമിറ്റ് ഓർ എൻഹേൻസ് ദ വേസ് വൺ ലേൺസ് ആൻഡ് തിങ്സ്. അപ്പം നമ്മളൊരു ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ലേണിംഗ് സിറ്റുവേഷൻ സമയത്ത് ഒരു പേഴ്സണാലിറ്റിയുടെ ഫാക്ടറായിട്ട് വരുന്ന കാര്യം ഒന്നില്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സൈക്കോളജി ഫാക്ടേഴ്സ് നോക്കാം. നമുക്കറിയാം റെഡിനെസ് ആൻഡ് വില്ലിങ്നെസ് അതിൽ പെടും. ദെൻ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആവാം, അതുപോലെ ഒരു വ്യക്തിയുടെ മോട്ടിവേഷണൽ ഇൻട്രസ്റ്റ് ആവാം, ലേണിംഗ് ഡിസയർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് അല്ലേ. ദെൻ ഫിസിക്കൽ ഹെൽത്ത്, എബിലിറ്റി ആൻഡ് മെച്യൂറേഷൻസ് ഒക്കെ നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടറിനാണ് ഫാക്ടേഴ്സിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ തന്ന ഓപ്ഷനിൽ നോക്കൂ, കൺഫ്യൂഷൻ ഉള്ളവർ നോക്കൂ. മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ലേണിംഗ് ഡിസയർ ഒക്കെ എന്താണ് ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ നാച്ചർ ഓഫ് ദ കണ്ടൻറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ സെഷൻ പ്ലേലിസ്റ്റിലുണ്ട്, അതൊന്ന് പോയി നോക്കുക. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടീച്ചർ റിലേറ്റഡ് ഫാക്ടർ എഫക്റ്റിംഗ് ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ശ്രദ്ധിക്കുക, ടീച്ചർ റിലേറ്റഡ് ഫാക്ടർ എഫക്റ്റിംഗ് ലേണിംഗ്. ഏതാണ്? മെച്യൂറേഷൻ ആൻഡ് മോട്ടിവേഷൻ, ദ സോഷ്യോ ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ദിസ് ക്ലാസ്, സ്ട്രക്ചർ ഓഫ് ദ ഡിസിപ്ലിൻ, ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ടീച്ചർ. അപ്പോൾ ടീച്ചറുമായി ബന്ധപ്പെട്ട ലേണിംഗിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഓഫ് കോഴ്സ് അതിൽ തന്നെ തന്നിട്ടുണ്ട്
ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ, ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ദ ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പഠിച്ചു വയ്ക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ടീച്ചർ റിലേറ്റഡ് എന്ന് തന്നത്. അപ്പോൾ നമുക്ക് ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ലേണർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ലേണർ റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലേണർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മെച്ചുറേഷൻ ആവാം, മോട്ടിവേഷൻ ആവാം, സെൽഫ് കൺസെപ്റ്റ് ആവാം, ഗോൾസ് ആവാം. ദെൻ ടീച്ചർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താവാം, ടീച്ചേഴ്സിൻ്റെ പേഴ്സണാലിറ്റി ആവാം, ദെൻ മാസ്റ്ററി ഓവർ ദി സബ്ജക്ട് മാറ്റർ ആവാം, ദെൻ കമ്മ്യൂണിക്കേഷൻ ആവാം, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ദ ടീച്ചർ അല്ല. അപ്പോൾ അതൊക്കെ എന്താണ്, ടീച്ചർ റിലേറ്റഡ് ആണ് അല്ലേ. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ദി ടീച്ചർ വിത്ത് ദ ലേണർ, ദെൻ ടീച്ചിങ് സ്റ്റൈൽസ്. അപ്പോൾ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടീച്ചർ റിലേറ്റഡ് ആണ് അല്ലേ. ടീച്ചറുടെ പേഴ്സണാലിറ്റി, അതുപോലെ ടീച്ചർ എങ്ങനെയാണ് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടീച്ചർക്ക് ആ ഒരു സബ്ജക്റ്റിനുള്ള നോളജ്, ഇതൊക്കെ എന്താണ് ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ് നമുക്ക് പെടുത്താം. ദെൻ ടാസ്ക് റിലേറ്റഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്, ടാസ്ക് വരുന്ന കുറേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ടാസ്ക് റിലേറ്റഡ് പറയുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നാച്ചർ ഓഫ് ദ ടാസ്ക്, അതുപോലെ തന്നെ എന്താണ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ സ്ട്രക്ചർ ഓഫ് ദ ഡിസ്പ്ലേ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ടാസ്ക് റിലേറ്റഡിൽ പെടുത്താവുന്നതാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ദാറ്റ് മീൻസ് ക്ലൈമറ്റ്, ആ ഒരു എന്താണ് കംഫർട്ടബിൾ ഒരു സിറ്റുവേഷന് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദെൻ സോഷ്യോ ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ദ ക്ലാസ്, അപ്പോൾ ക്ലാസ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്, അതാണ് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഇതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ടീച്ചർ റിലേറ്റഡ്, ലേണർ റിലേറ്റഡ്, ടാസ്ക് റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ദ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് സ്കൂൾ ഇൻഫ്ലുവൻസ് ലേണിംഗ്. ദിസ് ഫാക്ടർ ഓഫ് ലേണിംഗ് ഈസ് റിലേറ്റഡ് ടു മെത്തഡോളജിക്കൽ ആസ്പെക്ട്, സോഷ്യൽ ആസ്പെക്ട്, ഫിസിയോളജിക്കൽ ആസ്പെക്ട്, സൈക്കോളജിക്കൽ ആസ്പെക്ട്. അപ്പോൾ ഒരു സ്കൂളുടെ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ദ സ്കൂൾ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടറാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് സ്കൂൾ എന്ന് പറയുന്നത് ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, മെത്തഡോളജിക്കൽ അല്ല, പിന്നെ ഏതാണ്, സോഷ്യൽ അല്ല, സോഷ്യൽ ആസ്പെക്റ്റ് ആണ്. ഫിസിയോളജിക്കലും വരത്തില്ല, സൈക്കോളജിക്കലും വരത്തില്ല, പിന്നെ ഏതാണ് ഇവരപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ദ സ്കൂൾ ഇൻഫ്ലുവൻസ് ലേണിംഗ് ഈസ് എ സോഷ്യൽ ആസ്പെക്ട് ദാറ്റ് എഫക്ട് ലേണിംഗ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ഇടാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു മാരത്തോൺ സെഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിക്ക് നമുക്ക് നോക്കാം, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. January 6 നാളെ അല്ലേ, എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണ്ട, നമ്മൾ എന്താണ് കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ ഇടാം. എന്താണ് കമൻറ്റ് ബോക്സിൽ എക്സെപ്ഷൻ ചിൽഡ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. അതുപോലെ തന്നെ എക്സെപ്ഷൻ ചിൽഡ്രൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി നിറയെ പഠിക്കുക. ഞാൻ ലിങ്ക് ഇടുന്നു വെച്ച് നിങ്ങൾ ലിങ്ക് മാത്രം നോക്കിയത്, ലിങ്ക് ഒരു റെഫറൻസ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ അതും നോക്കുക, അതുപോലെ തന്നെ കൂടുതൽ കാര്യം പഠിക്കുക. ഓക്കെ, കുറേ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ 100% ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നോട്ട്സ് തരുന്നു അത് മാത്രം ഫോളോ ചെയ്യുന്ന രീതിയിലാവരുത്. ഇതൊക്കെ നിങ്ങൾക്കൊരു എക്സ്ട്രാ റെഫറൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബുക്ക്, നല്ല രീതിയിൽ ബുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സെപ്ഷൻ ചിൽഡ്രനുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ പോർഷൻസും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ എക്സെപ്ഷൻ ചിൽഡ്രൻ്റെ ഒരു 2 ഭാഗം പെൻഡിങ് ഉണ്ട് അല്ലേ. ഡെലിക്വൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഐ തിങ്ക് അഡോൾസൻസ് സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം കൂടി ഉണ്ട്, സോഷ്യലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷൻ പഠിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, യൂസ്ഫുള്ളായി തോന്നുന്നത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.